നവംബർ 1 ഒരോർമ്മ ദിനം. എല്ലാ ഭേദ്യങ്ങളിൽ നിന്നും ശാന്തിയിലേക്ക് രക്ഷ നേടിയ ആത്മാക്കളുടെ ദിനം. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ അസ്തിത്വം മരണത്തിനും അവരുടെ ഓർമ്മകൾക്കുമുണ്ട്. എനിക്കും ഇതൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ ദിനമാണ്. വെളുപ്പും കറുപ്പും കട്ട പിടിച്ച ആ നവംബറിൻ്റെ ഓർമ്മ. ഹലോ, എവിടെ ഇപ്പോ? രാവിലെ തന്നെ പോയതാണല്ലോ. ഒരാളെ കാണാനിറങ്ങിയതാ. നേരത്തെ എത്താൻ നോക്കണേ, നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഹോളിഡേ അല്ലേ. കറങ്ങി നടന്ന് സമയം കളയാതെ വേഗം വരണം കേട്ടോ. ശരി, വൈകിട്ട് കാണാം. ഓക്കെ. വെളിച്ചത്തിനു അനുസൃതമായ കാറ്റ്, കാറ്റിന് അനുസൃതമായ വേഗത, ഈ വേഗത്തിന് അനുസരിക്കുന്ന നമ്മളും. ചിലപ്പോഴൊക്കെ ഈ വേഗത്തെ മുറിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. ഒരു ഞൊടിയിടയിൽ മാറി മറിയുന്ന നിമിഷങ്ങൾ. നിങ്ങൾക്കകപ്പെടാനുള്ള ഒരു ചുഴി മാത്രമാണത്. ഒരിക്കലും രക്ഷപ്പെടാനാകാത്ത ഒരു നീർച്ചുഴി. ഞാൻ പറയണമെന്ന് കേൾക്ക്. കാര്യമായിട്ട് നിന്റെ വർത്താനം കേട്ട് ഞാൻ വെറുതെ നടക്കുന്ന പോലെ. ജോലി ഉറപ്പായിട്ടും കിട്ടും. ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. ചേട്ടാ, ഇത് എൻ്റെ സീറ്റാണ്. അനു, പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനല്ല പറയണേ. ഒരു പ്രശ്നം ഉണ്ടായില്ല. എല്ലാം ശരിയാ. ഞാനത് പിന്നെ വിളിക്കാം. ബൈ. എവിടേക്കാ പോണേ? ഹൈദരാബാദിലേക്കാ. അതെയോ? ഞാനും ഹൈദരാബാദിലേക്കാ. പേരെന്താ ചേട്ടൻ്റെ? എൻ്റെ പേര് അരുൺ. ആ, ഇൻ്റർവ്യൂവിനാണോ? ഇൻ്റർവ്യൂവിനൊക്കെ പോകണം. പക്ഷേ ഫസ്റ്റ് കുറച്ച് ഫ്രണ്ട്സിനെ കാണണം. ഓ, ഞാനും ഇൻ്റർവ്യൂവിനാണ്. ഒരു സമയം വരെ ഈ ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഒരു തമാശയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിലേക്കുള്ള യാത്രയാണത്. അതങ്ങനെ തന്നെ ആവണമല്ലേ? അല്ലെങ്കിൽ എന്നെ എൻ്റെ വീട്ടുകാരെയും കടക്കാർ വെച്ച് പൊറപ്പിക്കില്ലേ മാഷേ? എന്തായാലും ഈ ജോലി എനിക്കെന്നെ കിട്ടും എന്നാണ് എൻ്റെ മനസ്സ് പറയണത്. ആ കമ്പനിയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ റെക്കമെൻഡേഷൻ ഉള്ളതുകൊണ്ട് ആ ജോലി എനിക്കെന്നെ കിട്ടുമായിരിക്കും. പിന്നെ ഞാനും വേറെ പയ്യന് മാത്രമേ ഫൈനൽ ഇൻ്റർവ്യൂവിന് സെലക്ട് ആയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. റെക്കമെൻഡേഷൻ ഉണ്ടല്ലോ, ആ ജോലി എനിക്കെന്നെ കിട്ടുമായിരിക്കും. റെക്കമെൻഡേഷൻ ഉള്ളത് എന്തായാലും കിട്ടും, പേടിക്കണ്ട എന്ന് വിചാരിക്കാമല്ലേ? ആ. അല്ല, കഴിക്കാൻ ഫുഡ് കൊണ്ടുവന്നുണ്ടോ? ഇല്ല, ഞാൻ എടുത്തില്ല. അതെയോ? കുഴപ്പമില്ല, അമ്മ തന്നയച്ച ഫുഡ് ഇരിപ്പുണ്ട്, നമുക്കത് കഴിക്കാം. ആ. സൂപ്പർ സാമ്പാർ മച്ചാനെ, നന്നായിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഈ ജോലി കിട്ടില്ലെങ്കിൽ ഈ ഭക്ഷണം ഉണ്ടാക്കിയ എൻ്റെ അമ്മയും പെങ്ങളെയും കൊണ്ട് ഞാൻ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ഈ ജോലി ഒരുപാട് അത്യാവശ്യമാണ്. റെക്കമെൻഡേഷനുള്ള മാത്രമാണ് ഒരു വിശ്വാസം. എങ്ങനെയെങ്കിലും ഈ ജോലി കിട്ടിയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഏത് കമ്പനിയിലെ ഇൻ്റർവ്യൂ? ഈ ഐഡിയയുടെയും വോഡോഫോണിൻ്റെയും പരസ്യമൊക്കെ ചെയ്യുന്നില്ലേ, ലോൽ ഇൻഡാസ്, ആ കമ്പനിയിലെ ഇൻ്റർവ്യൂ. നമ്പർ 1 കമ്പനിയാ, അഡ്വർടൈസിങ് കമ്പനി. കിട്ടുന്ന വിചാരിക്കണേ. എനിക്ക് മതി, നീ കഴിച്ചോ. അതെന്താ, അമ്മയുടെ നല്ല ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും മതിയാക്കിയ? ശരി, കഴിയിടുക. അരുൺ, ഇനി എനിക്ക് പപ്പയോട് എക്സ്ക്യൂസ് പറയാൻ വയ്യ. ഐ ഹാവ് ഓൾറെഡി ടോൾഡ് ദം യു ഗോട്ട് ജോബ് അറ്റ് ലോൾ ഇൻഡസ്. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഫോർ യു അരുൺ. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് ഫോർ യു അരുൺ. ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ്.
ഒരേ പാളത്തിൽ ഒരുമിച്ചായിരുന്നു നമ്മൾ. ഏതു നശിച്ച നേരത്താണ് അതിനെ വിഴുങ്ങിയതെന്ന് എനിക്കറിയില്ല. ആദ്യം കൊന്നതും എന്നെ തന്നെയായിരുന്നു. ആ നശിച്ച സമയത്തിന് വേണ്ടി മാത്രം അറിഞ്ഞുകൊണ്ടൊരബദ്ധം. അത് നീയായിരുന്നു.